അല്ല, ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ എല്ലാ സ്കൂളുകളിലും ഇത് നമ്മുടെ സിനിമയിൽ നിന്ന് ഇൻസ്പയർഡ് ആയി എല്ലാ സ്കൂളുകളിലും ഇത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനുള്ള സർക്കുലർ വന്നു എന്നാണ്. ഇത് ചെറിയ മാറ്റമെങ്കിലും ചെയ്യാൻ പറ്റിയാൽ വളരെയധികം നല്ലതെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതൊരു വലിയ മാറ്റത്തിലോട്ട് കൺവേർട്ടായപ്പോൾ ഒരു വലിയ സന്തോഷം തന്നെയുണ്ട്. വിനേശനോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്, വർക്കിന് വന്നപ്പോഴേക്കും ചേട്ടാ എനിക്ക് പവിഴമഴ വേണ്ട എന്ന് പറഞ്ഞു. പുള്ളി ആക്ച്വലി ഒരു മ്യൂസിക് ലൈബ്രറിയാണ്. പുള്ളിയുടെ സ്റ്റഫ് ഒരുപാടുണ്ട്. പക്ഷേ ഇതിന് ആക്സസ് ഉള്ള ഒരാളത്തോട്ട് കയറിയാൽ കൃത്യമായിട്ട് സാധനം പുള്ളിയുടെ നിന്ന് എടുക്കാറുണ്ട്. ഞാൻ ബാക്ക് ബെഞ്ചറായിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. ഒരു 80% ക്യാരക്ടേഴ്സും മെയിൻ ക്യാരക്ടേഴ്സും റിയൽ ലൈഫ് ക്യാരക്ടേഴ്സാണ്. ഇതിൽ ആ കുട്ടികളായാലും ടീച്ചേഴ്സ് ആയാലും. പക്ഷേ OTT വരുമ്പോൾ അത് സൈൻ പ്ലേ പോലെ മലയാളത്തിൽ ഇത്രയും വലിയ ആർക്കൈവ്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഒരു പാൻ ഇന്ത്യൻ ലെവൽ റീച്ച് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞ പഞ്ചാബിലെ സ്കൂളിലുണ്ടായ ഇമ്പാക്റ്റും തമിഴ്നാട്ടിലെ ഫുൾ സ്കൂളുകളുണ്ടാകുന്ന ഇമ്പാക്റ്റും ഒക്കെ ആ ഒരു വിജയത്തിൻ്റെ ഇതിലാണ് നമ്മളിപ്പോൾ. മറ്റെല്ലാം അതിൽ നിന്ന് മൂവ് ആവേണ്ട സമയമായി എന്നാണ്. പഴയൊരു പ്രോസസ്സാണ്. നമ്മൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ക്യാനിന് കണക്കുണ്ട്, കൊണ്ടുവരുന്ന ക്യാനിന്. അപ്പം അന്നൊക്കെ ആൾക്കാരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. പണ്ട് കൊച്ചിനും ആൾക്കാരെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അതായത് എത്ര ക്യാൻ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ആ ഡയറക്ടറിൻ്റെ കേപ്പബിലിറ്റി. തിരുവനന്തപുരത്ത് നിന്നൊരു ടീം എന്ന് പറയുന്നതിനേക്കാളും മറ്റൊരു ടീം എന്നറിയപ്പെടാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം.